ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയത് കാരണം ഇന്ന് സൺഡേ നമ്മൾ അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് വെച്ചു. അപ്പവും മുട്ടക്കറിക്കും മുട്ട വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് വേവിക്കാനല്ല, പുഴുങ്ങാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ബേസിക്കായിട്ടുള്ള തക്കാളി, സവോള, മുളക്, കരിവേപ്പിലയൊക്കെ നമ്മൾ സോട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതിന് 3-5 തരത്തിൽ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സവോള തന്നെയാണ് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് മസാലയൊക്കെ ഇട്ട് അത് പേസ്റ്റ് ആക്കിയേക്കുക. ഇച്ചിരി കട്ടിയുള്ള ഗ്രേവിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ആട്ടോ ഇവിടെ ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് മുട്ടയൊക്കെ ഇട്ടു. ഒരു മുട്ട ഇങ്ങനെ അരിഞ്ഞിടുവേ, കാരണം ഇളക്കി കഴിയുമ്പോൾ മറ്റേ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടുമല്ലോ ആ കഷ്ണത്തിന്, അത് കാരണം. അപ്പോൾ അമ്മയാണ് അപ്പമൊക്കെ ഉണ്ടാക്കണേ. എനിക്ക് ഈ അപ്പം, ദോശ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും അത്ര പെർഫെക്ഷൻ വരത്തില്ല. അതുണ്ടാക്കണമെങ്കിൽ അമ്മേന്ന് വിളിച്ച് ഞാൻ അമ്മയുടെ പുറകെ തന്നെ പോകും. അപ്പോൾ സൂപ്പർ അപ്പമായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ എന്നാ പറയണേ, നല്ല പൂ പോലുള്ള അപ്പം എന്ന് പറയത്തില്ലേ, അതായിരുന്നു. ചിലവരൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അപ്പം കഴിക്കുന്നവരുണ്ട്, ചിലവർ ഇതിനകത്ത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയൊന്നും. എനിക്ക് നമ്മുടെ ബേസിക്കായിട്ടുള്ള നോർമൽ മുട്ടക്കറി അപ്പമൊക്കെ ഇഷ്ടം. അപ്പോൾ നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് തപ്പി കണ്ടുപിടിച്ചെടുത്ത അമ്മ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഇന്നലത്തെ മീൻകറി അപ്പോൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പത്തിൻ്റെ കൂടെയും കഴിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പണി എന്നായിരുന്നെന്നറിയോ, ഇന്ന് വൈകുന്നേരം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിൽ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി കയറി. ഇതാണ് പ്രശ്നം, നമ്മൾ വീട്ടിൽ ഒരു കൊച്ചേ ഉള്ളെങ്കിലേ, ഒരു സിബ്ലിംഗ് ഇല്ലല്ലോ, നീ ചെയ്യടാന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ കൂടെ കയറി ആ പരിപാടിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ ഉണ്ട്. സത്യമായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിൽ കയറുന്നത്. നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ. മൊത്തം പച്ചപ്പാണ്. ഇത്രയും പച്ചപ്പുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ താഴെ നോക്കുമ്പോൾ നമ്മൾ കപ്പയൊക്കെ ഉണങ്ങാനിട്ടേക്കണതും, മുകളിൽ മരത്തിൻ്റെ ഏറ്റവും മണ്ടയിലാണ് ഫാഷൻ ഫ്രൂട്ട് കിടക്കുന്നത്. അത് ചിറ്റയുടെ വീട്ടിലെ മരമാണ് കേട്ടോ. അപ്പോൾ അത് താഴെ കിടക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പം വവ്വാൽ വല്ലതും കുത്തിയിട്ടാൽ മാത്രമേ നിലത്ത് കാണുള്ളൂ. പക്ഷെ പച്ച ആയത് കാരണം ഒന്നും പറിച്ചില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.